യോഗീശ്വരനാണ്. അപ്പൊ അത് ലിംഗത്തിലാണ് ചെന്ന് ആ ചൈതന്യം ലയിച്ചുകൊണ്ടേയിരിക്കും സദാസമയം. ഇതിൽ നിന്ന് ഊർജ്ജം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്യുന്നുണ്ട്. ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയാണ്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പതുക്കെ ഓരോന്ന് വരുന്നേ ഉള്ളൂ. അറിഞ്ഞു വരുന്നുണ്ട്. എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം. ഇനി ഇത് കഴിഞ്ഞ് പൂജയുണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ അതുണ്ട്. അത് കഴിഞ്ഞു. വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും. അതായത് ഏകദേശം 8 മണിയോളം ക്ഷേത്ര നട തുറന്നിരിക്കും. രാമമുഹൂർത്തമായ 3:30 ക്ഷേത്രത്തിന്റെ ദർശനം കൊടുത്തിരിക്കുന്നത് ഭക്തർക്ക്. ശിവലിംഗ പ്രതിഷ്ഠ. ഇപ്പൊ നിലവിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ട് ചേട്ടാ? കൂടെ നിൽക്കുന്നുണ്ടോ? യോഗീശ്വരനാണ്. അപ്പൊ അത് ലിംഗത്തിലാണ് ചെന്ന് ആ ചൈതന്യം ലയിച്ചുകൊണ്ടേയിരിക്കും സദാസമയം. ഇതിൽ നിന്ന് ഊർജ്ജം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പൂജ സമയത്ത് ഈ മുകളിൽ തടപ്പ് നിൽക്കുമായിരിക്കും അല്ലെ? അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ഇത് പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം അറിയാൻ പറ്റുള്ളൂ. അതിന്റെ അങ്ങനെയല്ല. അതിന്റെ ആ പൈപ്പിന്റെ പുറത്താണ് ശിവലിംഗമായിട്ട് ടച്ച് കാണും. നവരത്നങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കാണും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്യുന്നുണ്ട്. ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. എല്ലാ ദിവസവും നിത്യപൂജ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയാണ്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പുലർച്ചെ 3:30-4 മണി.
വൈകുന്നേരം 6 മണിക്ക് പൂജ നിത്യവും കാണും. 2 നേരം പൂജയുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ശുദ്ധികലശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം. പ്രതിഷ്ഠ എപ്പോഴാണ്? അത് പറയും, ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് ആചാര്യ ഗുരുക്കന്മാരായിട്ട് ആലോചിച്ച് തീർച്ചയായിട്ടും പറയും. ഇപ്പൊ ഇവിടെ ജനങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ പതുക്കെ ഓരോന്ന് വരുന്നേ ഉള്ളൂ. അറിഞ്ഞു വരുന്നുണ്ട്. പതുക്കെ വിശ്വാസികളെത്തും. അതെ, ഇന്നല്ല നാളെ ആയിരുന്നാലും വിശ്വാസികൾ. ഈ ഇപ്പം നടത്തിയ പൂജ എന്തിന്റെ പൂജയാണ്? അതിനെപ്പറ്റി അതിന് യതിപൂജയാണ്. യതിപൂജ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നടന്നത് യതിപൂജയാണ്. ഈ ദിവസേന നടക്കുന്നു യതിപൂജയാണ്. അതിന്റെ ഒരു ഇതെങ്ങനെയാ, ഐതിഹ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതെല്ലാം അധികമായിട്ട് പിന്നെ അതായത് ഈ സമാധിയോടനുബന്ധിച്ചുള്ള നിത്യ യതിപൂജകൾ അത് എല്ലാവർക്കും അറിയാം. എല്ലാ ഹിന്ദു സനാതന ധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്നും ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്നും എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞ് പൂജയുണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ അതുണ്ട്. അത് കഴിഞ്ഞു. പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാവർക്കും വരാമോ? എല്ലാവർക്കും പറയും. പ്രതിഷ്ഠയ്ക്ക് മുമ്പേയും വരാം, പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും എത്താം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? പിന്നെ 6 മണിക്ക് 7 മണിക്ക് നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും അതായത് പിന്നെ ഏകദേശം 8 മണിയോളം ക്ഷേത്രം നട തുറന്നിരിക്കും. രാത്രി 8 മണി. രാത്രി 8 മണി വരെ. വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ 8 മണി കഴിയും. അമ്പലടങ്ങി ഇവിടെ ക്ഷേത്രം നിത്യം നട തുറന്നു കഴിഞ്ഞു. രാവിലെ ആണെങ്കിൽ വരണമെങ്കിൽ രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30-നാണ് ദർശനം, നിർമ്മാല്യ ദർശനം. ആ സമയം മുതൽ വരാം. ആ സമയം മുതൽ വരാം. രാമമുഹൂർത്തമായ 3:30-നാണ് ക്ഷേത്രത്തിന്റെ ദർശനം കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠ. ശിവലിംഗം പ്രതിഷ്ഠ. അത് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് അന്ന് ആ സമയത്ത് വന്നപ്പോൾ ഇവിടെ പൂർണ്ണമായ ശിവന്റെ പ്രതിമയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പിന്നെ അതായത് അത് എല്ലാം ഉണ്ട്. ഭഗവാന്റെ എല്ലാ തേജസ് ആയിട്ടുള്ള പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ഷടാധാര ലിംഗ പ്രതിഷ്ഠ എല്ലാം ഉണ്ട്. ഇപ്പോഴെല്ലാ ദിവസവും പൂജയുണ്ടോ? ഇല്ല, ശുദ്ധികലശം കഴിഞ്ഞതിന് ശേഷം. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് ശുദ്ധികലശം ചെയ്തതിന് ശേഷം. അതെ, അത് എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും. ശരി, അത് കഴിഞ്ഞ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ പൂജയും ആരാധനകളും ഉത്സവങ്ങളെല്ലാം കാണും. എല്ലാം ഭഗവാന്റെ ഹിതമനുസരിച്ചെല്ലാം നടക്കും. ഇപ്പൊ നിലവിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ട് ചേട്ടാ? കൂടെ നിൽക്കുന്നുണ്ടോ? ശരി.